ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ. ഈ ശീർഷകത്തിന്റെ അർത്ഥം ഗാന്ധിജി കൈസേ, കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ബനെ എന്ന് പറഞ്ഞാൽ ആയി. അപ്പോൾ ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയായി. ഈ ശീർഷകത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പാഠഭാഗം നമ്മൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഇതിന്റെ സാർത്ഥകത മനസ്സിലാകുന്നതാണ്. ആദ്യത്തെ സെന്റൻസ് നോക്കാം. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में झोला टांग रखा हो. കുറച്ച് വലിയ സെന്റൻസ് ആണ്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് അർത്ഥം മനസ്സിലാക്കാം. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो. എന്താ നിങ്ങൾക്ക് एक ऐसे गांधीजी की, ഇങ്ങനെയുള്ള ഗാന്ധിജിയെ കൽപ്പന കർ സക്തേ ഹോ, കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗാന്ധിജിയെ സങ്കല്പിക്കാൻ സാധിക്കുമോ. ഈ സക്ത എന്ന് പറയുന്നത് സാധിക്കുമോ എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് നമ്മൾ അധികം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗാന്ധിജിയെ സങ്കല്പിക്കാൻ സാധിക്കുമോ. എങ്ങനെയുള്ള ഗാന്ധിജി. ജിനോനെ കുർത്ത പാജാമ പഹൻ രക്കാഹോ, ആരാണോ കുർത്തയും പൈജാമയും പഹൻ രക്കാഹോ. പഹന്ന എന്ന് പറയുന്നത് ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആരാണോ കുർത്തയും പൈജാമയും ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ജിൻകെ പാവ് മേ ചപ്പൽ, പാവ് എന്ന് പറഞ്ഞാൽ കാലാണ്, അദ്ദേഹത്തിന്റെ കാലിൽ ചപ്പൽ ചെരുപ്പും, ഓർ സർപ്പർ, സർ എന്ന് പറഞ്ഞാൽ തല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ സിർ എന്നും തലയ്ക്ക് പറയാറുണ്ട്. സർ പർ ഖൂബ് സാരെ ബാൽ, ഖൂബ് സാരെ വളരെയധികം, ബാൽ മുടിയും, ഓർ ഉൻ പർ ഗാന്ധി ടോപ്പി ഹോ, മുടിയുടെ മുകളിലായിട്ട് ഗാന്ധി ടോപ്പി, ഗാന്ധി തൊപ്പിയും. അതുപോലെ തന്നെ എന്താ, ഓർ ജിനോനെ ബച്ചോं के स्कूल बैग की तरह गले में छोला टांग रखा हो. बच्चों के स्कूल बैग की तरह, കുട്ടികളുടെ സ്കൂൾ ബാഗിനെ പോലെ, ഗലേമേ കഴുത്തിൽ, ഛോല ടാങ്ക് രക്കാ ഹോ, ഛോല എന്ന് പറഞ്ഞാൽ സഞ്ചി എന്നാണ് അർത്ഥം, ടാങ്കിന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. അപ്പോൾ കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെ കഴുത്തിൽ സഞ്ചി തൂക്കിയിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മോട് ആര് ചോദിക്കുന്നത്. ഈ ലേഖനത്തിന്റെ ലേഖകായ സ്വയം പ്രകാശ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിലുള്ള ഗാന്ധിജി അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഗാന്ധിജി എങ്ങനെയാണ്. മൊട്ടത്തലയും ഒരൊറ്റമുണ്ടും ഒരു വടിയും പിടിച്ച് പുഞ്ചിരിച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ രൂപമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇവിടെ ഇദ്ദേഹം സങ്കല്പിക്കാൻ പറയുന്നത് ഇതിനെല്ലാം നേരെ വിപരീതമായിട്ടുള്ള ഒരു ഗാന്ധിജിയാണ്. തലയിൽ മുടിയുള്ള, കുർത്തയും പൈജാമയും ധരിക്കുന്ന, ചെരുപ്പ് ധരിക്കുന്ന, കുട്ടികളെ പോലെ കഴുത്തിൽ സഞ്ചി തൂക്കിയിടുന്ന ഗാന്ധിജിയാണ് ഇവിടെ സങ്കല്പിക്കാൻ പറയുന്നത്. ബാക്കി നോക്കാം. ഹാ ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹെ വൈസെ ഹമേശാ സെ നഹീ ഥേ. ഹാ അതെ, ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹെ, ഗാന്ധിജി എങ്ങനെയാണോ ഫോട്ടോയിൽ കാണുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്, വൈസെ ഹമേശാ സെ നഹീ ഥേ, അങ്ങനെ ആയിരുന്നില്ല എപ്പോഴും. ഹമേശ എന്ന് പറഞ്ഞാൽ എപ്പോഴും. അപ്പോൾ ഗാന്ധിജി എങ്ങനെയാണോ ഫോട്ടോയിൽ കാണപ്പെടുന്നത് അതുപോലെ ആയിരുന്നില്ല എപ്പോഴും. വേ ധീരെ ധീരെ ഗാന്ധി ബനെ, വേ അദ്ദേഹം, ധീരെ ധീരെ മെല്ലെ മെല്ലെ, ഗാന്ധി ബനെ ഗാന്ധിജിയായി തീർന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രാമർ പരമായിട്ടുള്ളൊരു പോയിന്റ് ആണ്. വേ എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വേ എന്ന് പറയുന്നത് ഒരു സർവനാമാണ്. സർവനാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു വാക്യത്തിൽ നാമത്തിന്റെ ആവൃത്തിയെ കുറയ്ക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങളെയാണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നാണ് അർത്ഥം. ഇത് കൂടാതെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് വഹ്, യഹ് എന്നെല്ലാമൊക്കെ. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, ഇവൻ, ഇവൾ എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ തന്നെ വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അത്, അവൾ എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ വേ എന്ന് പ്രയോഗിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് ബഹുവചന പദങ്ങൾക്കും മറ്റൊന്ന് ആദരവ് സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജി ആരാധ്യനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മളിവിടെ വേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇനി ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുമ്പോൾ വഹ് എന്ന് പ്രയോഗിക്കുന്നതിന് പകരം വേ എന്ന് പ്രയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വേ ധീരെ ധീരെ ഗാന്ധി ബനെ, അദ്ദേഹം മെല്ലെ മെല്ലെ ഗാന്ധിജിയായി തീർന്നു. കൈസേ എങ്ങനെ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാരഗ്രാഫ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായും ലേഖകൻ നമുക്ക് പരിചയമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഗാന്ധിജിയെ സങ്കല്പിക്കാൻ പറയുകയാണ് ചെയ്തിരിക്കുന്നത്.
അതുകൂടാതെ ഇതിന് സൈഡിലായി നമുക്ക് ഒരു ചോദ്യം കാണാം. വേ ധീരെ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് ക്യാ ഹെ? അപ്പോൾ അദ്ദേഹം മെല്ലെ മെല്ലെ ഗാന്ധിജിയായി തീർന്നു. ഇസ്കാ മത്ലബ് ക്യാ ഹെ? ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഗാന്ധിജി നമ്മെ എല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം മെല്ലെ മെല്ലെ ഗാന്ധിജിയായി തീരുകയാണ് ചെയ്തത്. കാരണം ഒരു വ്യക്തി തന്റെ അനുഭവങ്ങളിലൂടെയാണ് ജീവിതത്തിൽ കൂടുതൽ അറിവ് നേടുന്നത്. തന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിലൂടെ തന്നെ തന്റെ രാജ്യത്തെ സേവിക്കുവാനും തന്റെ രാജ്യത്തിനായി പോരാടുവാനും തയ്യാറായി. അപ്പോൾ ഇത്തരത്തിലാണ് ഗാന്ധിജി മെല്ലെ മെല്ലെ ഗാന്ധിജിയായി തീർന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന തരത്തിലുള്ള ഗാന്ധിജി ആയിത്തീർന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ബച്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ. ബച്പൻ മേ കുട്ടിക്കാലത്ത് ഗാന്ധിജി കോ അന്ധേരെ സെ ഗാന്ധിജിക്ക് അന്ധേരെ സെ ഇരുട്ടിനോട് ഡർ ലഗ്താ ഥാ. ഡർ എന്ന് പറഞ്ഞാൽ പേടി. അപ്പോൾ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനോട് പേടിയായിരുന്നു. ഉനെ ലഗ്താ ഥാ കോയി ഭൂത് ആക്കർ ഉനെ പക്കഡ് ലേഗ. ഉനെ ലഗ്താ ഥാ അദ്ദേഹത്തിന് തോന്നിയിരുന്നു, കോയി ഭൂത് ആക്കർ ഏതെങ്കിലും ഒരു ഭൂതം വന്നിട്ട് ഉനെ പക്കഡ് ലേഗ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുമെന്ന്. അപ്പോൾ നമ്മളെ എല്ലാവരെയും പോലെ തന്നെ ഗാന്ധിജിക്കും കുട്ടിക്കാലത്ത് ഇരുട്ടിനോട് പേടിയായിരുന്നു. പേടി തോന്നാനുള്ള കാരണം എന്താണ്? ഇരുട്ടത്ത് ഏതെങ്കിലും ഭൂതം വന്ന് പിടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഭയമായിരുന്നു. ബഡേ ഹോക്കർ വേ ഖുദ് ഐസേ ഹോ ഗയേ കി അംഗ്രേസ് ഹുക്കൂമത്ത് ഉൻസെ ഡർനെ ലഗി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ബഡേ ഹോക്കർ വലുതായതിനു ശേഷം വേ ഖുദ് ഐസേ ഹോ ഗയേ അദ്ദേഹം ഖുദ് സ്വയം ഐസേ ഹോ ഗയേ അങ്ങനെ ആയി തീർന്നു. എങ്ങനെ? കി അംഗ്രേസ് ഹുക്കൂമത്ത് ഉൻസെ ഡർനെ ലഗി. അംഗ്രേസ് ഹുക്കൂമത്ത്, ഹുക്കൂമത്ത് എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ് അർത്ഥം. ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ ഉൻസെ ഡർനെ ലഗി, ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ അദ്ദേഹത്തെ പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് കുട്ടിക്കാലത്ത് ഇരുട്ടിനെ പേടിയായിരുന്ന ഗാന്ധിജിയെയാണ് പിന്നീട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം പേടിക്കാൻ തുടങ്ങിയത്. മാനോ വേ കോയി ഭൂത് ഹോ. എങ്ങനെ, ഏതുപോലെയാണ്? വേ കോയി ഭൂത് ഹോ ഗാന്ധിജി ഏതോ ഒരു ഭൂതം എന്ന പോലെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം അദ്ദേഹത്തെ പേടിച്ചിരുന്നത്. അതായത് ഒരു ഭൂതത്തെ കാണുമ്പോൾ ആളുകൾ എങ്ങനെയാണോ പേടിച്ചിരുന്നത് അതുപോലെയായിരുന്നു ഗാന്ധിജിയെ കാണുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യവും പേടിച്ചിരുന്നത്. जब उन्हें काठियावाड़ हाईस्कूल में पहली कक्षा में भर्ती कराया गया तब उनकी उम्र थी 11 साल और उन्हें जो विषय पढ़ाए जाते थे वे थे इतिहास, भूगोल, गणित और अंग्रेजी. ഇവിടെ ഗാന്ധിജിയുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ജബ് ഉനെ കാഠിയാവാർ ഹൈസ്കൂൾ മേ, അദ്ദേഹം കാഠിയാവാർ ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ പെഹലി കക്ഷാമേ ഒന്നാം ക്ലാസ്സിലേക്ക് ഭർത്തി കരായ ഗയ അഡ്മിഷൻ എടുത്തപ്പോൾ, ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയപ്പോൾ തബ് ഉൻകി ഉമ്ര ഥി അപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സായിരുന്നു 11 സാൽ. 11 എന്ന് പറഞ്ഞാൽ 11. എല്ലാവർക്കും ഗാന്ധിജി ജനിച്ച വർഷം അറിയുമായിരിക്കുമല്ലോ. 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് 11 വയസ്സായപ്പോൾ എന്ന് പറഞ്ഞാൽ 1880-ലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓർ ഉനെ ജോ വിഷയ് പഠായെ ജാത്തേ ഥേ അതുകൂടാതെ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളായിരുന്നു ഇതിഹാസ്, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം, ഹിസ്റ്ററി, ഭൂഗോൾ ഭൂമിശാസ്ത്രം, ജോഗ്രഫി, ഗണിത് ഗണിതം, മാത്തമാറ്റിക്സ്, ഓർ അംഗ്രേസി ഇംഗ്ലീഷും. അപ്പോൾ ഗാന്ധിജി ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നത് 11 വയസ്സായപ്പോഴായിരുന്നു. അതുകൂടാതെ അദ്ദേഹം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഇതിഹാസ്, ഭൂഗോൾ, ഗണിത് ഓർ അംഗ്രേസി, ഹിസ്റ്ററി, ജോഗ്രഫി, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. ഈ 4 വിഷയങ്ങളാണ് അദ്ദേഹം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. സ്കൂൾ की फीस थी 8 आने प्रतिमाह यानी 50 पैसे हर महीने. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 1880-ലെ കാര്യമാണ് പറയുന്നതെന്ന്. സ്കൂൾ की फीस, അന്നത്തെ സ്കൂളിലെ ഫീസ് എത്രയായിരുന്നു? 8 ആനെ പ്രതിമാഹ്. 8 ആനെ എന്ന് പറഞ്ഞാൽ 8 അണ. നമ്മളവിടെ പണ്ട് നിലനിന്നിരുന്നൊരു നാണയ സമ്പ്രദായമായിരുന്നു അണകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ 16 അണ ചേരുന്നതായിരുന്നു അന്നത്തെ 1 രൂപ. അപ്പോൾ ഇവിടെ 8 അണയാണ് പ്രതിമാഹ്. മാഹ് എന്ന് പറഞ്ഞാൽ മാസം. അപ്പോൾ പ്രതിമാസം 8 അണയായിരുന്നു അന്നത്തെ സ്കൂൾ ഫീസ്. യാനി അതായത് 50 പൈസെ ഹർ മഹീനെ. ഞാൻ പറഞ്ഞു 16 അണയാണ് 1 രൂപ എന്ന്. അപ്പോൾ 8 അണ എന്ന് പറയുമ്പോൾ അന്നത്തെ 50 പൈസയായിരുന്നു ഹർ മഹീനെ, എല്ലാ മാസവും. पहली परीक्षा में गांधी जी 34 बच्चों में से 32वें स्थान पर रहे.
പഹലി പരീക്ഷാമേ, സ്കൂൾ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ പരീക്ഷ നടന്നു. ഗാന്ധിജി 34 ബച്ചോമേ സെ, ഗാന്ധിജി 34 എന്ന് പറഞ്ഞാൽ 34 കുട്ടികളിൽ 32വേं സ്ഥാൻ പർ രഹെ, 32 എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ 34 കുട്ടികളിൽ 32ാമത്തെ സ്ഥാനത്താണ് ഗാന്ധിജി എത്തിയത് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞതോടുകൂടെ. ഓർ 2 വിഷയമേ തോ ഉനെ 0 മില, അതുകൂടാതെ അദ്ദേഹത്തിന് 2 വിഷയമേ 2 വിഷയങ്ങളിൽ 0 മില, അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് എത്രയാണ്? 0 കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഗാന്ധിജി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ശരാശരിയിലും താഴെ നിലവാരം പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഗാന്ധിജി ലോകം മുഴുവൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു മഹത് വ്യക്തിയായി മാറിയത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഇംഗ്ലണ്ട് പഠനെ ഗയേ തോ ഉൻകെ ലിയേ ഖൂബ് സാരെ കപ്പടെ സിൽവായേ ഗയേ. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗാന്ധിജി പിന്നീട് പഠിച്ചിരുന്നത് വക്കീലാവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ വക്കീൽ പഠനത്തിനായി ഇംഗ്ലണ്ട് പഠനെ ഗയേ തോ, ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാനായി പോയപ്പോൾ ഉൻകെ ലിയേ ഖൂബ് സാരെ കപ്പടെ, ഉൻകെ ലിയേ അദ്ദേഹത്തിന് വേണ്ടി ഖൂബ് സാരെ കപ്പടെ വളരെയധികം വസ്ത്രങ്ങൾ സിൽവായേ ഗയേ. സിൽവാന എന്ന് വെച്ചാൽ തുന്നുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഗാന്ധിജിക്ക് വിദേശത്തേക്ക് പഠനത്തിനായി പോകുവാൻ വേണ്ടി ഒരുപാട് വസ്ത്രങ്ങൾ തുന്നിപ്പിച്ചു അല്ലെങ്കിൽ തയ്പ്പിച്ചു. ദക്ഷിണാഫ്രിക്ക में कुर्ता धोती पहनने लगे और भारत आए तो एक बार मदुरै गए भाषण देने. അങ്ങനെ വക്കീൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തന്റെ ആദ്യത്തെ കേസ് വാദിക്കുവാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം എന്താണ് ചെയ്തത്? കുർത്ത ധോത്തി പഹന്നെ ലഗെ, അദ്ദേഹം ഷർട്ടും ധോത്തി, ധോത്തി എന്ന് പറഞ്ഞാൽ മുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം ഷർട്ടും മുണ്ടും പഹന്നെ ലഗെ ധരിക്കാൻ തുടങ്ങി. ഭാരതായത്തോ, അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോൾ ഏക് ബാർ മധുരൈ ഗയേ ഭാഷൺ ദേനെ, ഏക് ബാർ ഒരു തവണ, മധുരൈ ഗയേ ഭാഷൺ ദേനെ, മധുര എന്ന് പറയുന്ന സ്ഥലത്ത്, ഭാഷൺ എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം നടത്താനായി മധുരയിലേക്ക് പോയി. വഹാ ഏക് ഔരത് കോ ദേഖ ജോ താലാബ് മേ അപ്നി ധോത്തി ധോ രഹി ഥി. വഹാ ഏക് ഔരത് കോ ദേഖ, ഔരത്ത് എന്ന് പറയുന്നത് സ്ത്രീയെയാണ്. അവിടെ വെച്ച് അദ്ദേഹം ഒരു സ്ത്രീയെ കാണുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്? ജോ താലാബ് മേ അപ്നി ധോത്തി ധോ രഹി ഥി, അവര് താലാബ് മേ, താലാബ് എന്ന് പറഞ്ഞാൽ കുളത്തിൽ, അപ്നി ധോത്തി ധോ രഹി ഥി തന്റെ വസ്ത്രം അതായത് മുണ്ട്, ധോ രഹി ഥി ധോന എന്ന് പറഞ്ഞാൽ അലക്കുകയാണ്. അപ്പോൾ അവർ കുളത്തിൽ വെച്ച് തന്റെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ കൈസേ, പക്ഷേ എങ്ങനെ? ആധി പഹൻതി ഥി ഓർ ബാക്കി ആധി ധോത്തി ഥി. ആധി എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ പകുതി പഹൻതി ഥി ധരിച്ചിട്ടുണ്ടായിരുന്നു. ഓർ ബാക്കി ആധി ധോത്തി ഥി, ബാക്കിയുള്ള പകുതി വസ്ത്രം അലക്കുകയുമാണ് അവർ ചെയ്തിരുന്നത്. അതിന് കാരണം എന്തായിരിക്കാം? അവർക്ക് വേറെ വസ്ത്രം ഇല്ല, അതുകൊണ്ടാണ് അവർക്ക് ആകെയുള്ള ഒരൊറ്റ മുണ്ട് പകുതി ധരിച്ചിട്ട് പകുതി അലക്കേണ്ടി വന്നത്. ഫിർ ധുലി ഹുയി കോ പഹൻ ലേത്തി ഥി ഓർ ശേഷ് കോ ധോത്തി ഥി. പിന്നീട് അവരെന്താണ് ചെയ്തത്? ഫിർ ധുലി ഹുയി കോ, ധുലി ഹുയി എന്ന് പറഞ്ഞാൽ അലക്കി കഴിഞ്ഞ വസ്ത്രം, പഹൻ ലേത്തി ഥി ധരിക്കുമായിരുന്നു, ഓർ ശേഷ് കോ അത് കഴിഞ്ഞിട്ട്, ശേഷ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വസ്ത്രം, ധോത്തി ഥി അലക്കുമായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർക്ക് ആകെയുള്ളൊരു വസ്ത്രമായതുകൊണ്ട് തന്നെ അവർ പകുതി അലക്കിയിട്ട് പകുതി ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോഴാണ് അവർക്ക് അലക്കാൻ സാധിച്ചിരുന്നത്. ഉസ്കി ഹാലത്ത് ദേഖ്കർ, അവരുടെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ, അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഭീത്തർ തക് ഹിൽ ഗയെ, ഗാന്ധിജിയുടെ ഉള്ളിൽ, ഇവിടെ ഹിൽ ഗയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കം സംഭവിച്ചു എന്നാണ് വാക്കിന്റെ ശരിയായ അർത്ഥം. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ ഭീത്തർ തക് ഹിൽ ഗയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചലനം സൃഷ്ടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ സ്ത്രീയുടെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജിയുടെ മനസ്സിൽ ഒരു ചലനം സൃഷ്ടിക്കുകയാണ്. और बस उसी समय उन्होंने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. ബസ് ഉസി സമയ്, അത്രയും നേരം കൊണ്ട് തന്നെ ഉനോനെ അദ്ദേഹം ഫൈസല കർലിയ, ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്. അപ്പോൾ അദ്ദേഹം ഫൈസല കർലിയ തീരുമാനമെടുത്തു. കി എന്തെന്നാൽ അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക, ഇനി മുതൽ സിർഫ് ഏക് ധോത്തി ഹി ഒറ്റ മുണ്ട് മാത്രമായിരിക്കും പഹനൂങ്ക ധരിക്കുക. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഈ ഷർട്ടും മുണ്ടും ധരിച്ചിട്ടുള്ള ഗാന്ധിജി തീരുമാനമെടുക്കുകയാണ്, ഇനി മുതൽ ഞാൻ ഈ ഒറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ എന്ന്. ബാദ് മേം ഗോൽ മേസ് സമ്മേളൻ കെ ലിയെ ലണ്ടൻ ഗയെ. ബാദ് മേം
എന്ന് പറഞ്ഞാൽ പിന്നീട്. ഗോൾമേജ് സമ്മേളൻ, നിങ്ങളെല്ലാവരും ഒരുപക്ഷെ സോഷ്യലിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ. അതിനാണ് ഹിന്ദിയിൽ ഗോൾമേജ് സമ്മേളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾമേജ് സമ്മേളൻ, വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി കേലിയെ ലണ്ടൻ ഗയെ, ലണ്ടനിലേക്ക് പോയി. വഹാം തോ ഖൂബ് സർദി പഡ്തി ഹെ, വഹാം തോ അവിടെയാണെങ്കിൽ, ഖൂബ് സർദി വളരെയധികം, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പാണ്, വളരെയധികം തണുപ്പ് ഉണ്ടായിരുന്നു. തോ വഹാം കെ ബച്ചെ പൂച്ച്തേ ഥേ, വഹാം കെ അവിടെയുള്ള ബച്ചെ പൂച്ച്തേ ഥേ കുട്ടികൾ ചോദിക്കുമായിരുന്നു, ബാബ തുമാരി പത്തലൂൻ കഹാം ഗയി, ബാബ തുമാരി നിങ്ങളുടെ പത്തലൂൻ, പത്തലൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ കുട്ടികൾ അവിടെ ലണ്ടനിലെത്തിയ ഗാന്ധിജിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പാൻസ് എല്ലാം എവിടെ പോയി, കഹാം ഗയി. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗാന്ധിജി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജി ഉനെ കോയി ജവാബ് നഹി ദേത്തെ ഥേ, പക്ഷെ ഗാന്ധിജി ഉനെ അവർക്ക് കോയി ജവാബ് നഹി ദേത്തെ ഥേ, യാതൊരുവിധ ജവാബ് ഉത്തരവും നഹി ദേത്തെ ഥേ നൽകിയിരുന്നില്ല. ബസ് ഹസ്കർ രഹി ജാത്തേ ഥേ, പിന്നെ എന്താണ് ചെയ്തത്, വെറുതെ ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു. അദ്ദേഹം കുട്ടികളുടെ ആ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നില്ല. ലേക്കിൻ ജബ് റാണി സെ മിൽനെ ഗയേ തോ റാണി കെ ദർബാർ മേ ऐसे जाना तो अदब कायदे के खिलाफ था. ജബ് റാണി സെ മിൽനെ ഗയേ തോ, എന്നാൽ ഇംഗ്ലണ്ടിലെ രാജ്ഞിയെ കാണാൻ വേണ്ടി പോയപ്പോൾ, റാണി കെ ദർബാർ മേ രാജ്ഞിയുടെ സദസ്സിൽ, ഐസെ ജാനാ തോ അങ്ങനെ പോകുന്നത്, അദബ് കായിദെ കെ ഖിലാഫ് ഥ. അദബ് കായിദ എന്ന് പറഞ്ഞാൽ ശിഷ്ടവ്യവഹാരം എന്നാണ്, മര്യാദ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടുത്തെ രാജസദസ്സിൽ ഇങ്ങനെയുള്ള വസ്ത്രധാരണത്തിലൂടെ പോകുന്നത് അവിടുത്തെ ആചാര മര്യാദകൾക്ക് ഖിലാഫ് ഥ. ഖിലാഫ് എന്ന് പറഞ്ഞാൽ വിരുദ്ധം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടുത്തെ ആചാര മര്യാദകൾക്ക് വിരുദ്ധമായിരുന്നു. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിസീനെ പൂച്ച, ആരോ ചോദിച്ചു, കി എന്തെന്നാൽ, ഇത്തനെ കം കപ്പടോമേ ഇത്രയും കം കപ്പടോം കുറച്ച് അല്ലെങ്കിൽ കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, ദർബാർമേ കൈസേ ജാവോഗെ രാജസദസ്സിലേക്ക്, കൈസേ ജാവോഗെ എങ്ങനെയാണ് പോവുക. തോ ബോലെ അപ്പോൾ ഗാന്ധിജി അതിന് മറുപടി പറയുകയാണ്, ഫിക്കർ മത് കരോ പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. തുമാരെ രാജാനെ ഹം ദോനോ കെ ബരാബർ കപ്പടെ അക്കേലെ ഹി പഹൻ രഖേ ഹോങ്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത് ഗാന്ധിജി, നിങ്ങളുടെ രാജാവ്, തുമാരെ രാജാനെ ഹം ദോനോ കെ ബരാബർ കപ്പടെ നമ്മൾ രണ്ടുപേർക്കും തുല്യമായ, ബരാബർ എന്ന് പറഞ്ഞാൽ തുല്യമായ എന്നാണ് അർത്ഥം, ഈക്വൽ. അപ്പോൾ ഹം ദോനോ കെ ബരാബർ നമ്മൾ രണ്ടുപേർക്കും വേണ്ടത്ര കപ്പടെ വസ്ത്രങ്ങൾ, അക്കേലെ ഹി പഹൻ രഖേ ഹോങ്കെ ഒറ്റക്ക് ധരിച്ചിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ ഗാന്ധിജി പറയുന്നത്, നമ്മൾ രണ്ടുപേരും ധരിക്കേണ്ട അത്രയും വസ്ത്രം നിങ്ങളുടെ രാജാവ് ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇവിടെ തമാശ രൂപേണ പറയുന്നത്. ആർഭാടം ഒഴിവാക്കി ലളിതമായ ജീവിതം നയിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഗാന്ധിജി പറയുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഗാന്ധിജി ലിഖ്തേ ഥേ ഏക് ബഠിയ പെൻസെ. അപ്പോൾ ഗാന്ധിജി ലിഖ്തേ ഥേ ഗാന്ധിജി എഴുതുമായിരുന്നു, ഏക് ബഠിയ പെൻസെ ഒരു ബഠിയ എന്ന് പറഞ്ഞാൽ നല്ല ഇനം ഒരു പെന്ന് കൊണ്ടാണ് ഗാന്ധിജി എഴുതിയിരുന്നത്. വ പെൻ ഏക് ദിൻ ചോരി ചലാ ഗയ. വ പെൻ ആ പേന, ഏക് ദിൻ ഒരു ദിവസം, ചോരി ചലാ ഗയ ചോരി ചലാ ഗയ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഗാന്ധിജി എഴുതിയിരുന്ന ആ നല്ല പേന ഒരു ദിവസം മോഷണം പോവുകയാണ്. ലിഖ്നെ ബൈഠെ ഓർ പായാക്കി പെൻ തോഹേ ഹി നെഹി. ലിഖ്നെ ബൈഠെ എഴുതാനായിട്ടിരുന്നപ്പോൾ, ഓർ പായാക്കി പെൻ തോഹേ ഹി നെഹി എഴുതാനിരുന്നപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് പേന അവിടെ ഇല്ല എന്നുള്ള കാര്യം. ഉസി സമയ് ഏക് ബച്ചേനെ അപ്നി പെൻസിൽ ദേദി കി ലോ ബാബ ഇസ്സെ ലിഖ് ലോ. ആ സമയത്താണ് ഏക് ബച്ചേനെ ഒരു കുട്ടി വന്നിട്ട് അപ്നി പെൻസിൽ ദേദി തന്റെ പെൻസിൽ നൽകിയിട്ട് പറയുകയാണ്, ലോ ബാബ ഇസ്സെ ലിഖ് ലോ ഇതെടുത്തോളൂ ബാബ, ഇതുപയോഗിച്ച് എഴുതിക്കൊള്ളൂ. ഉനോനെ ലിഖർ ദേഖാക്കി അരെ വാഹ്. അങ്ങനെ ഉനോനെ അദ്ദേഹം ലിഖർ ദേഖ എഴുതി നോക്കി. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്, അരെ വാഹ് എത്ര മനോഹരമായിരിക്കുന്നു. ഇസ്സെ തോ അച്ഛാ ലിഖാ ജാത്താ ഹെ ഓർ സ്യാഹി വഗൈര ഭർനെ കാ ഝഞ്ചട്ട് ഭി നഹി. അപ്പോൾ ഗാന്ധിജിക്ക് തോന്നുന്നത് ഇപ്രകാരമാണ്, ഇസ്സെ തോ അച്ഛാ ലിഖാ ജാത്താ ഹെ ഇതുകൊണ്ട് വളരെ നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഓർ സ്യാഹി വഗൈര ഭർനെ കാ, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷിയാണ്. അപ്പോൾ സ്യാഹി വഗൈര ഭർനേക്ക, വഗൈര എന്ന് പറഞ്ഞാൽ മുതലായവ എന്നൊക്കെയാണ്.
മഷി മുതലായവ ഭർനേക്ക നിറയ്ക്കേണ്ട, ഝഞ്ചട്ട് ബി നഹി. ഝഞ്ചട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രയാസം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പെൻസിൽ ആയതുകൊണ്ട് ഇതിന് മഷിയൊന്നും നിറയ്ക്കേണ്ട പ്രയാസവുമില്ല എന്നാണ് ഗാന്ധിജിക്ക് തോന്നുന്നത്. തോ തൈ കർ ലിയാ കി അബ് പെൻസിൽ സെ ഹി ലിഖേംഗെ. അപ്പോൾ അന്ന് ഗാന്ധിജി തൈ കർ ലിയ, തൈ കർണ എന്ന് പറഞ്ഞാലും നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈസല കർ ലിയ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, തീരുമാനമെടുക്കുക. അപ്പോൾ ഗാന്ധിജി തീരുമാനമെടുക്കുകയാണ്, അബ് പെൻസിൽ സെ ഹി ലിഖേംഗെ, ഇനി മുതൽ പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗാന്ധിജിക്ക് എന്തൊക്കെ നല്ലതായി തോന്നുന്നോ അതെല്ലാം ഉടനടി ഗാന്ധിജി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ആ സ്ത്രീയുടെ സാഹചര്യം കണ്ടപ്പോൾ ഒറ്റമുണ്ടെടുക്കാൻ തീരുമാനിച്ചതും അതുപോലെ പേനയ്ക്ക് പകരം പെൻസിൽ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നതും. और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जानते हो? भारत के वाइसरॉय को. और पेंसिल से उन्होंने, എന്നിട്ട് അദ്ദേഹം പെൻസിൽ ഉപയോഗിച്ച് പെഹലി ചിട്ടി, പെഹലി ചിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കത്ത്, കിസേ ലിഖി ജാൻതേ ഹോ, ആർക്കാണ് എഴുതിയതെന്ന് അറിയാമോ? ആർക്കാണ് എഴുതിയത്? ഭാരത് കെ വൈസ്രോയ്ക്കോ, അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയ്ക്കാണ് ഗാന്ധിജി ആദ്യമായിട്ട് കത്ത് എഴുതിയത്. അപ്പോൾ ആ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാണ് ഗാന്ധിജി പെൻസിൽ ഉപയോഗിച്ച് കത്ത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ലിഖ്തെ ലിഖ്തെ പെൻസിൽ ചോട്ടി ഹോ ജാത്തി तो उस पर कागज की भोंगली लगाकर धागे से बांध लेते. അങ്ങനെ ഗാന്ധിജി ലിഖ്തെ ലിഖ്തെ പെൻസിൽ ചോട്ടി ഹോ ജാത്തി, അങ്ങനെ എഴുതി എഴുതി പെൻസിൽ ചെറുതായി കഴിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഉസ് പർ കാഗസ് കി ഭോങ്കലി ലഗാക്കർ, അത് കാഗസ് കി ഭോങ്കലി, കാഗസ് എന്ന് പറഞ്ഞാൽ കടലാസാണ്, ഭോങ്കലി എന്ന് പറഞ്ഞാൽ ചുരുള്. അപ്പോൾ ഈ കടലാസിന്റെ ഒരു ചുരുളുണ്ടാക്കി അതിൽ പെൻസിൽ വെച്ചു. എന്നിട്ടോ ധാഗേസെ ബാന്ധിലേത്തെ, എന്നിട്ട് അതൊരു ധാഗ എന്ന് പറഞ്ഞാൽ നൂല്, ബാന്ധിലേത്തെ എന്ന് പറഞ്ഞാൽ കെട്ടുക, എന്നിട്ട് ആ ചുരുളാക്കിയ പെൻസില് നൂല് കൊണ്ട് കെട്ടിയിട്ടു. दरअसल इन सबके पीछे कोई सनक नहीं, बल्कि गांधी जी की यह सोच थी कि जब आपके देश के अधिकांश लोग गरीब हो तो आपको फिजूल गर्ची और दिखावा नहीं करना चाहिए. दरअसल വാസ്തവത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ ഇൻ സബ്കെ പീछे ഇതിനെല്ലാം പിറകിൽ കോയി സനക് നഹി, സനക് എന്ന് പറഞ്ഞാൽ പാഗൽപ്പൻ, ഭ്രാന്ത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഗാന്ധിജിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് പിന്നിൽ ഒരു ഭ്രാന്തും അല്ല എന്നാണ് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. ബൽക്കി എന്നാൽ ഗാന്ധിജിക്ക് യേ സോച്ച് തീ കി, ഗാന്ധിജി ചിന്തിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ജബ് ആപ്കെ ദേശ് കെ അധികാംശ് ലോഗ്, നിങ്ങളുടെ രാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഗരീബ് ഹോത്തോ ദരിദ്രരാണെങ്കിൽ ആപ്കോ ഫിസൂൽ ഗർച്ചി ഓർ ദിഖാവ നഹി കർണ ചാഹിയെ, നിങ്ങൾ ഒരിക്കലും ഫിസൂൽ ഗർച്ചി എന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ദിഖാവ എന്ന് പറഞ്ഞാൽ ആഡംബരം കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരായിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ധൂർത്തടിക്കാനോ ആഡംബരം കാണിക്കാനോ പാടില്ല എന്നാണ് ഗാന്ധിജി ചിന്തിച്ചിരുന്നത്. अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो आपको कम से कम में काम चलाना चाहिए. അതായത് अगर आप सचमुच, താങ്കൾ സത്യത്തിൽ अपने देश और देशवासियों से, നിങ്ങളുടെ രാജ്യത്തെയും അതേപോലെ തന്നെ രാജ്യത്തിലെ ജനങ്ങളെയും പ്യാർ കർത്തേ ഹേ തോ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആപ്കോ കം സേ കം മേ കാം ചലാന ചാഹിയെ, നിങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ, കം സേ കം വളരെ കുറഞ്ഞ രീതിയിൽ, അപ്ന കാം ചലാന ചാഹിയെ, നിങ്ങളുടെ കാര്യം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. വസ്ത്രത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം, നാണം മറയ്ക്കുക എന്നുള്ളതാണ്. ഒരുപാട് വിലയുടെ വസ്ത്രം ധരിച്ചാലും തീരെ വില കുറഞ്ഞ ഒറ്റമുണ്ട് ധരിച്ചാലും അതിന്റെ കർത്തവ്യം അത് നിറവേറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജി സ്വീകരിച്ചത് ഒരുപാട് ആഡംബരപൂർണമായ വസ്ത്രം ധരിക്കാതെ വളരെ കുറഞ്ഞ രീതിയിൽ തന്റെ കാര്യം നിറവേറ്റുകയാണ് ചെയ്തത്. അതാണ് ഈ പറഞ്ഞ വരിയുടെ അർത്ഥം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ട് വരിയും നോട്ട് ചെയ്തു വെക്കേണ്ടതാണ്. കാരണം ഗാന്ധിജിയുടെ പ്രവർത്തികൾക്ക് പിന്നിലെ ആധാരം എന്ന് പറയുന്നത് ഈ ചിന്തകളാണ്. രാജ്യത്തിലെ അധിക ജനങ്ങളും ദരിദ്രരായിരിക്കുമ്പോൾ താൻ എങ്ങനെയാണ് ഇത്രയും ആഡംബരത്തോടുകൂടെ ജീവിക്കുക എന്ന ചിന്ത. ബാക്കി വായിക്കാം. ഓർ സാദഗി കാ മഹത്വ് സമജ്നാ ചാഹിയെ, അതുകൂടാതെ സാദഗി കാ മഹത്വ്, സാദഗി എന്ന് പറഞ്ഞാൽ ലാളിത്യം എന്നാണ്. ഈ വേർഡും കൂട്ടുകാരെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് പരീക്ഷക്കെല്ലാം എപ്പോഴും ഇത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. സാദഗി കാ മഹത്വ്, അപ്പോൾ ലാളിത്യത്തിന്റെ മഹത്വവും സമജ്നാ ചാഹിയെ, മനസ്സിലാക്കേണ്ടതുണ്ട്. आप बड़े बनेंगे और कहलाएंगे अपने विचारों से और अपने काम से, न कि अपने कपड़ों से. അപ്പോൾ ഗാന്ധിജി ഇവിടെ എന്താണ് പറയുന്നത്? ആപ് ബഡേ ബനേങ്കെ, താങ്കൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും
ബഡേ ബനേങ്കെ വളർന്നു വലുതാകും. ഓർ കഹലായെങ്കെ കഹന എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം. കഹലായെങ്കെ എന്ന് പറഞ്ഞാൽ പറയിപ്പിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും എന്നാണ്. അപ്പോൾ എന്തിലൂടെയാണ് നമ്മൾ നല്ലത് പറയിപ്പിക്കുക? അപ്നെ വിചാരോം സെ തന്റെ ചിന്തകളിലൂടെയും, ഓർ അപ്നെ കാം സെ തന്റെ പ്രവർത്തികളിലൂടെയും, നാ കി അപ്നെ കപ്പടോ സെ തന്റെ വസ്ത്രങ്ങളിലൂടെയല്ല. അപ്പോൾ ഗാന്ധിജി പറയുന്നത് ഒരു വ്യക്തി വളർന്നു വലുതായി കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നത് എന്തിലൂടെയാണ്? തന്റെ ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയുമാണ്, അല്ലാതെ താൻ ധരിക്കുന്ന വസ്ത്രങ്ങളിലൂടെയല്ല. ഇതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. ഇനി അടുത്ത ഒരു സംഭവം പറയുകയാണ്. एक बार तो उनकी प्रार्थना सभा में कुछ अमीर आदमी सज धज कर आ गए तो गांधी जी ने उन्हें डांट दिया. एक बार तो उनकी प्रार्थना सभा में ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സഭയിൽ കുച്ച് അമീർ ആദ്മി കുറച്ച് ധനികരായിട്ടുള്ള, അമീർ ആദ്മി എന്ന് പറഞ്ഞാൽ ധനികരായിട്ടുള്ള മനുഷ്യർ, സജ് ധജ്കർ ആകെ, സജ് ധജ്കർ എന്ന് പറഞ്ഞാൽ ഒരുങ്ങിക്കെട്ടി, ആഡംബരപൂർണമായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കുറച്ച് ധനികരായിട്ടുള്ള ആളുകൾ ഗാന്ധിജിയുടെ പ്രാർത്ഥനാ സഭയിൽ സജ് ധജ്കർ ആകെ ഒരുങ്ങിക്കെട്ടി വന്നു. തോ ഗാന്ധിജീനെ ഉനെ ഢാണ്ട് ദിയ. ഡാണ്ടിന എന്ന് പറഞ്ഞാൽ ശകാരിക്കുക, ചീത്ത പറയുക എന്നൊക്കെയാണ് അർത്ഥം. ഗാന്ധിജി അവരെ ശകാരിച്ചു. ജൈൻ ധർമ്മ മേ ഭി അപരിഗ്രഹ പർ കാഫി ജോർ ദിയാ ഗയാ ഹെ. ജൈൻ ധർമ്മ, ധർമ്മം എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അർത്ഥം. നമ്മുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള പോലെ തന്നെയുള്ള ഒരു മതമാണ് ജൈനമതം. അപ്പോൾ ജൈനമതത്തിലും ഈ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. എന്തിനെ പറ്റി? അപരിഗ്രഹ്. അപരിഗ്രഹ് എന്ന് പറഞ്ഞാൽ അനാവശ്യ സാധനങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ ജൈനമതത്തിലുള്ള ഈ അപരിഗ്രഹ് എന്ന് പറയുന്ന രീതിക്ക് കാഫി സോർ ദിയാ ഗയാ ഹെ, അധികം ഊന്നൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപരിഗ്രഹ് യാനി ഫാൽത്തു കി ചീസേൻ ജമാ മത് കരോ. അപരിഗ്രഹ് യാനി, അപരിഗ്രഹ് എന്നാൽ ഫാൽത്തു കി ചീസേൻ. ഫാൽത്തു എന്ന് പറഞ്ഞാൽ ബേക്കാർ, യൂസ്ലെസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്, ഉപയോഗശൂന്യമായ. അപ്പോൾ ഈ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ജമാ മത് കരോ, ജമ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഉപയോഗശൂന്യമായ വസ്തുക്കളെ ഒരിക്കലും നാം സൂക്ഷിച്ചു വെക്കരുത് എന്നാണ് അപരിഗ്രഹ് എന്ന വാക്കിന്റെ അർത്ഥം. ബസ് ഗാന്ധിജി കോ തോ ജഹാം ഭി കുച്ച് അച്ഛാ ലഗാ അപ്നാ ലേത്തെ ഥേ. ഗാന്ധിജി കോ തോ ജഹാം ഭി കുച്ച് അച്ഛാ ലഗാ. ഗാന്ധിജിക്ക് എന്തൊക്കെയാണോ നല്ലതെന്ന് തോന്നിയിരുന്നത് അതെല്ലാം അപ്നാ ലേത്തെ ഥേ. ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം ഗാന്ധിജി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരുന്നു. തോ ഉനോനെ അപരിഗ്രഹ കോ ഭി അപ്നാ ലിയ. അപ്പോൾ അദ്ദേഹം നേരത്തെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ, പേന മാറി പെൻസിൽ ഉപയോഗിക്കുന്നത് പോലെ ഈ കാര്യത്തിലും അദ്ദേഹം അപരിഗ്രഹ് എന്ന ജീവിത രീതിയെ സ്വീകരിച്ചു. ഗാന്ധിജിക്ക് 3 ബന്ദർ ബഹുത് മഷൂർ ഹെ. ഗാന്ധിജിയുടെ 3 ബന്ദർ, ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, മഷൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ 3 ബന്ദർ, 3 കുരങ്ങന്മാർ, ബഹുത് മഷൂർ ഹെ വളരെ പ്രസിദ്ധമാണ്. ഈ 3 കുരങ്ങന്മാർ എന്ന് പറയുന്നത് ഒരു കളിപ്പാട്ടമാണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 3 കുരങ്ങന്മാർ ഇരിക്കുന്നത്. ഒന്നാമത്തെ കുരങ്ങൻ കണ്ണ് പൊത്തിയിരിക്കുന്നത്, രണ്ടാമത്തേത് ചെവി പൊത്തിയിരിക്കുന്നത്, മൂന്നാമത്തേത് വായ പൊത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കുരങ്ങന്മാർ ഉദ്ദേശിക്കുന്നത് തിന്മകൾ കാണരുത്, തിന്മകൾ കേൾക്കരുത്, അതുപോലെ തന്നെ തിന്മകൾ പറയരുത് എന്നാണ്. അപ്പോൾ ഗാന്ധിജിയുടെ കയ്യിലുണ്ടായിരുന്നത് ഈ 3 കുരങ്ങന്മാരാണ്. യേ ദറസൽ ഏക് ഖിലൗന ഥാ. ഇത് വാസ്തവത്തിൽ ഏക് ഖിലൗന ഥാ, ഒരു ഖിലൗന എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു കളിപ്പാട്ടമായിരുന്നു. ജോ കുച്ച് ചീനി ബച്ചോനെ ഗാന്ധിജിക്കോ ഭേണ്ട് കിയാ ഥാ. ഇത് ആരാണ് ഗാന്ധിജിക്ക് കൊടുത്തത്? കുച്ച് ചീനി ബച്ചോ. ഹിന്ദിയിൽ ചീനി എന്ന് പറയുന്നത് ചൈനക്കാരെയാണ്. അപ്പോൾ കുറച്ച് ചൈനീസ് കുട്ടികൾ ഗാന്ധിജിക്കോ ഭേണ്ട് കിയാ ഥാ, ഗാന്ധിജിക്ക് സമ്മാനിച്ചതായിരുന്നു. ലേക്കിൻ ഗാന്ധിജിനെ ഉനെ അപ്നെ ജീവൻ കാ സാഥി ബനാ ലിയ. അപ്പോൾ എന്താണ്? അതും വളരെ നല്ലൊരു കാര്യമായതുകൊണ്ട്, വളരെ നല്ല കളിപ്പാട്ടമായതുകൊണ്ട് ഗാന്ധിജിനെ ഉനെ അപ്നെ ജീവൻ കാ സാഥി ബനാ ലിയ. ഗാന്ധിജി അവരെ അപ്നെ ജീവൻ കാ, തന്റെ ജീവിതത്തിന്റെ സാഥി ബനാ ലിയ. സാഥി എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ അവരെയും ഗാന്ധിജി തന്റെ ജീവിതത്തിലെ സഹയാത്രികനാക്കി മാറ്റി. ജബ് ധോത്തി പഹന്നി ശുരു കർ ദി തോ ജേബ് ഘടി കഹാ രഖേ. അപ്പോൾ ഗാന്ധിജി നേരിട്ട അടുത്തൊരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. ജബ് ധോത്തി പഹന്നി ശുരു കർ ദി. എപ്പോഴാണോ ധോത്തി പഹന്നി, മുണ്ട് ധരിക്കാനായി ശുരു കർ ദി, ആരംഭിച്ചത്, തോ ജേബ് ഘടി കഹാ രഖേ. ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, ഘടി എന്ന് പറഞ്ഞാൽ വാച്ച്. അപ്പോൾ ജേബ് ഘടി എന്ന് പറഞ്ഞാൽ പോക്കറ്റ് വാച്ച്.
പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന വാച്ച് അങ്ങനെയുള്ളതായിരുന്നു. പോക്കറ്റിലിടാൻ കഴിയുന്ന കുറച്ചധികം വലിപ്പമുള്ള വാച്ചുകളായിരുന്നു. അപ്പോൾ ഗാന്ധിജി മുണ്ട് ധരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പോക്കറ്റ് വാച്ച് കഹാരക്കെ എവിടെ വെക്കും? തോ ഉസേ കമർമേ ലട്കാന ശുരു കർ ദിയ. അപ്പോൾ അതിനും ഗാന്ധിജി ഒരു പരിഹാരം കാണുകയാണ്. എന്താ ചെയ്തത്? ഉസേ കമർമേ, അതിനെ കമർമേ അരയിൽ, ലട്കാന ശുരു കർ ദിയ. ലട്കാന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം മുണ്ടിന് പോക്കറ്റ് ഇല്ലാത്തതിനാൽ പോക്കറ്റ് വാച്ച് അരയിൽ തൂക്കിയിടാൻ ആരംഭിച്ചു. ഇസ് തരഹ ഗാന്ധിജി ധീരെ ധീരെ വൈസെ ഗാന്ധിജി ബൻ ഗയെ ജൈസാ ആജ് കൽ ഹം ഉനെ ഉൻകെ ചിത്രോ മേ ദേഖ്തേ ഹേ. ഇസ് തരഹ് ഇപ്രകാരം അല്ലെങ്കിൽ ഇതുപോലെ, ഗാന്ധിജി ധീരെ ധീരെ ഗാന്ധിജി മെല്ലെ മെല്ലെ, വൈസെ ഗാന്ധിജി ബൻ ഗയെ അങ്ങനെയുള്ള ഗാന്ധിജിയായി മാറി. എങ്ങനെയുള്ള? ജൈസ ആജ് കൽ ഹം ഉനെ ഉൻകെ ചിത്രോ മേ ദേഖ്തേ ഹേ, നമ്മൾ ഇന്ന് ഫോട്ടോയിലും അതുപോലെ മറ്റ് ചിത്രങ്ങളിലും കാണുന്ന ഗാന്ധിജിയെ പോലെ ആയി മാറി.